നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ബലിപെരുന്നാളാണ്. എല്ലാ പ്രേക്ഷകർക്കും പെരുന്നാൾ ആശംസകൾ. പെരുന്നാൾ ദിനമായി ഇന്ന് വലിയൊരു സന്തോഷം കൂടിയുണ്ട്. 20 വർഷത്തിന് ശേഷം സൗദി ജയിലിൽ നിന്ന് മോചിതനായി അബ്ദുൾ റഹീം ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അല്പസമയത്തിനകം കരിപ്പൂരിൽ റഹീം വിമാനമിറങ്ങും. വിപുലമായ സ്വീകരണമാണ് ആക്ഷൻ കൗൺസിലവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്നലെ രാവിലെ ഇതേ സമയത്ത് നമ്മൾ ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് കടന്നപ്പോൾ പ്രതീക്ഷിക്കാത്ത സംഭവ വികാസങ്ങളാണ് പിന്നീട് നമ്മുടെ സംസ്ഥാനത്ത് കണ്ടത്, കേട്ടത്. മാസപ്പടി കേസിൽ പിണറായി വിജയൻ്റെ വീടുകളിലടക്കം 12 ഇടങ്ങളിൽ ED പരിശോധന നടത്തുന്നു. ആദ്യ മണിക്കൂറുകളിൽ തന്നെ CPMൻ്റെ പ്രതികരണങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഞങ്ങളൊക്കെ അത് അപ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുമുണ്ടായിരുന്നു. പതിവ് പോലെ ന്യായീകരണ പ്രതികരണങ്ങളാണ് കേട്ടത്. പക്ഷേ ഉച്ച കഴിഞ്ഞതോടെ കാര്യങ്ങൾ കൈവിട്ട സ്ഥിതിയിലായി. CPM അണികൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു, വാഹനങ്ങൾ നശിപ്പിക്കുന്നു. ഏതായാലും ആക്രമണം അഴിച്ചുവിട്ടത് CPMന് തിരിച്ചടിയാവുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, സംശയമില്ല. ഇന്നത്തെ സംഭവ വികാസങ്ങളുടെ ബാക്കി നടപടികളും പ്രതികരണങ്ങളുമെല്ലാം വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം. അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് പ്രധാന വാർത്തകൾ നോക്കാം. മാസപ്പടി കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കി ED. വീണ വിജയന്റെ 3 അക്കൗണ്ടുകൾ ഉൾപ്പെടെ 242 അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. CMRL ഉദ്യോഗസ്ഥരെ ഉടൻ ചോദ്യം ചെയ്യും. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM പ്രവർത്തകരെ ഇന്ന് റിമാൻഡ് ചെയ്യും. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്മരണ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും. സൗദി ജയിലിൽ നിന്ന് മോചിതനായ അബ്ദുൾ റഹീം അല്പസമയത്തിനകം കരിപ്പൂരിൽ വിമാനമിറങ്ങും. റഹീം ജയിൽ മോചിതനാകുന്നത് 20 വർഷത്തിന് ശേഷം. വിപുലമായ സ്വീകരണം ഒരുക്കാൻ ആക്ഷൻ കൗൺസിൽ. കേരള കർണാടക പര്യടനത്തിന് തുടക്കം കുറിച്ച് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി മംഗലാപുരത്ത്. ബോളൂർ ബ്രഹ്മസ്ഥാന മഹോത്സവം ഇന്നും നാളെയും. അമ്മ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇറാനിൽ വീണ്ടും അമേരിക്കയുടെ ആക്രമണം. സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്ന് അമേരിക്ക. ഇറാന്റെ ഡ്രോണുകൾ തകർത്തെന്നും ഡൊണാൾഡ് ട്രംപ്. IPL എലിമിനേറ്ററിൽ ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ച് രാജസ്ഥാൻ. രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ നാളെ ഗുജറാത്തിനെ നേരിടും. CMRL എക്സാലോജിക് കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് ED. CMRL ഉദ്യോഗസ്ഥരെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. 18,36,242 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. അതിൽ 3 എണ്ണം വീണ വിജയൻ്റേതാണ്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്, അശ്വതിയും എബിയും. ആദ്യം അശ്വതിയിലേക്ക് പോവുകയാണ്. അശ്വതി, മാസപ്പടി കേസ്, അതിൻ്റെ തുടർ നടപടികൾ, അത് ഇനിയിപ്പോൾ ഏതു വിധത്തിലായിരിക്കും? ഇന്നത്തെ ഒരു നടപടികൾ എന്താണ് അറിയാനാവുന്നത്? മായ, ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് സമൻസ് നൽകി ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുക എന്നതാണ്. ആ നടപടികളിലേക്കായിരിക്കും ഒരു പക്ഷേ കടക്കുക. അതിന് മുന്നോടിയായിട്ട് ഈ കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ കണ്ടെത്തിയിട്ടുള്ള ഡോക്യുമെൻറ്റുകളുണ്ട്. അത് പ്രധാനമായും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളാണ്. ഇതിൻ്റെ വിശദമായ ഒരു പരിശോധനയും മറ്റുമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സമൻസ് നൽകി ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളെ, അത് വീണ വിജയനെ അടക്കം വിളിപ്പിക്കാനുള്ള ഒരു സാധ്യത ഉള്ളത്. നേരത്തെ പലതവണ സമൻസ് അയച്ചപ്പോൾ അത് കോടതിയിൽ ചലഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ കേസുമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നലെ 10 ഇടങ്ങളിൽ റെയ്ഡ് നടന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നിലവിൽ 242 അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. 18.36 കോടി രൂപയാണ് ഈ അക്കൗണ്ടുകളിലായിട്ടുള്ളത്. അതിൽ 3 എണ്ണം വീണ വിജയൻ്റേതാണ്, HDFC അക്കൗണ്ടുകളാണ് എന്നും മനസ്സിലാക്കുന്നു. ഇത് വാർത്താക്കുറിപ്പിലൂടെ ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ച കാര്യങ്ങൾ ED അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് കടക്കും. ഒപ്പം തന്നെ ഈ അക്കൗണ്ടുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ വിശദമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കും. ഈ വീണ വിജയൻ്റെ അക്കൗണ്ടുകളിൽ വന്നിട്ടുള്ള
അക്കൗണ്ടുകളിലുള്ള ക്രയവിക്രയങ്ങൾ ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളും ED എടുക്കും. എന്തായാലും പ്രധാനമായിട്ടും ഈ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വിശകലനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ആളുകളെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുക. ഏതായാലും ഇത് വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിരോധം ഇതിൽ CPM തീർക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ന് എറണാകുളത്ത് കാക്കനാട് വലിയ ഈ EDയുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPMന്റെ ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ട്. മറ്റ് നേതാക്കളൊക്കെ 11 മണി 10 മണിയൊക്കെ ആകുമ്പോഴേക്കും മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു പ്രതിരോധം തീർക്കാനായിട്ട് CPM മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ കണ്ടതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് കടക്കുകയാണ്. ഇതിനിടയിലാണ് ഈ അന്വേഷണം ഊർജിതമാക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ ഒരു അന്വേഷണത്തിലേക്ക് ED കടക്കുകയാണ്. ഈ ഹൈക്കോടതിയിൽ നിന്ന് ഈ അനുമതി ലഭിച്ച ഒരു സാഹചര്യത്തിലാണ് മണിക്കൂറുകൾക്കകം തന്നെ ED വലിയൊരു റെയ്ഡ് സംസ്ഥാന വ്യാപകമായിട്ട് നടത്തിയിരിക്കുന്നത്. ഈ റെയ്ഡിൽ കണ്ടെത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാങ്ക് അക്കൗണ്ട് രേഖകളാണ്. ഒപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളും അതുപോലെ തന്നെ FD അക്കൗണ്ടിന്റെ ചില വിശദാംശങ്ങളും ഇതൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് ED വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും അന്വേഷണം ത്വരിതഗതിയിലാക്കാൻ തന്നെയാണ് EDയുടെ തീരുമാനം. സ്വപ്ന അശ്വതി തുടരുക. എബി കൂടിയുണ്ട്. എബി, ED ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന ആക്രമണമുണ്ടല്ലോ, അതിൽ പോലീസിനുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നാണ് കേന്ദ്ര ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടും. പക്ഷേ ഇന്നലെ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ്. ഒരു കൈ കഴുകുന്ന മട്ടായിരുന്നു. ഇതൊരു ആസൂത്രിതമായ നടപടികളാണ് ഇന്നലെ നടന്നത്, ആക്രമണമടക്കം എല്ലാം. ഒപ്പം തങ്ങളെ അറിയിച്ചിരുന്നില്ല, സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ED അന്വേഷണം എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് ഒഴിവാകുന്ന കാര്യങ്ങളാണോ നമ്മുടെ സംസ്ഥാനത്ത് നടന്നത്? ആഭ്യന്തരമന്ത്രിയാണ് ഇങ്ങനെ സംസാരിച്ചത്. ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ പരിശോധനകൾ നടക്കുമ്പോൾ, റെയ്ഡുകൾ നടക്കുമ്പോൾ സ്വാഭാവികമായും അത് ഈ നിലയിൽ തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ രഹസ്യാത്മക സ്വഭാവത്തോടു കൂടിയുള്ള നടപടിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അറിയിപ്പോടു കൂടി ആയിരിക്കില്ല സ്വാഭാവികമായും റെയ്ഡിന് വരിക എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടുള്ള നടപടി കൂടിയാണ്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണ സാധ്യതകൾ കണ്ടാൽ സ്വാഭാവികമായും അതിനുള്ള ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു നടപടിക്രമമായിട്ട് നടന്നു വരുന്നതും സ്വീകരിച്ചു പോരുന്നതുമായിട്ടുള്ള നടപടികൾ. പക്ഷേ ആ നിലയ്ക്കുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളുമല്ല ഇന്നലെ ഉണ്ടായതെന്നുള്ളതാണ്. ഇന്നലെ കണ്ണൂരിലും കോഴിക്കോടുമൊക്കെ സമാനമായ രീതിയിൽ ആളുകൾ തടിച്ചുകൂടുകയും മുദ്രാവാക്യ വിളികൾ ഉയരുകയും ഒപ്പം തന്നെ ED നടപടിക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ആ ഘട്ടങ്ങളിലൊന്നും തന്നെ തിരുവനന്തപുരത്ത് കണ്ടതുപോലെയുള്ള ഒരു വലിയ അതിക്രമത്തിലേക്കും ആക്രമണത്തിലേക്കും ഒന്നും തന്നെ അവിടെയുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ പോയില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെ കണ്ണൂരും കോഴിക്കോടും ഇതിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെയൊക്കെ പോലീസിന്റെ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാവുകയും ആ നിലയ്ക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാത്ത രീതിയിൽ അതിനെ വളരെ രമ്യമായി തന്നെ കൊണ്ടുപോകാനും അവിടുത്തെ പോലീസിന് സാധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനുശേഷമാണ് ഈ തിരുവനന്തപുരത്തെ സംഭവം വലിയ രീതിയിൽ വലിയൊരു അതിക്രമത്തിലേക്കും അക്രമത്തിലേക്കൊക്കെ തന്നെ കടക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തത്. അവിടെ ഇത്തരത്തിൽ ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ അവിടെ അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസിനും ഒരു തരത്തിലുള്ള നടപടികളിലേക്കും കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോലും അവിടേക്ക് എത്താതിരിക്കുകയും ജൂനിയർ ആയിട്ടുള്ള IPS ഉദ്യോഗസ്ഥരെ മാത്രം ഇത്രയും വലിയൊരു ആൾക്കൂട്ടം തടിച്ചുകൂടുന്ന ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന അതിക്രമത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്ന് സാമാന്യ ജനത്തിന് പോലും ബോധ്യമാകുന്ന ആ നിലയ്ക്കുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായപ്പോഴും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആരും തന്നെ ആ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് എത്താതിരുന്നത് വലിയ രീതിയിലുള്ള വീഴ്ചയായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്നലെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP ഉൾപ്പെടെ ആ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ നിലയ്ക്ക് ഉള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടാവുകയും ആഭ്യന്തരമന്ത്രി ഇന്നലെ രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ തന്നെയും അല്ലെങ്കിൽ പ്രതികരണങ്ങളൊക്കെ തന്നെ വരുന്ന ഘട്ടത്തിലൊക്കെ തന്നെ നമ്മൾ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ സമയത്തും അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു അറിവും തങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു. ഈ അറിവ് ലഭിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക നടപടി മാത്രമാണ്. പക്ഷേ ഇത്തരത്തിലൊരു
സാഹചര്യം രൂപപ്പെട്ടു കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് അതിൽ കൃത്യമായ രീതിയിൽ ഇടപെടുകയും അതിൽ പോലീസ് മേധാവി അതിന് ഇടപെട്ടുകൊണ്ട് അതിന് ക്രമസമാധാനം പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണമായിരുന്നു. പക്ഷേ ആ നിലയ്ക്കുള്ള ഒരു നടപടികളും ഉണ്ടായില്ല എന്നതാണ് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ആ വലിയ അതിക്രമത്തിനും അക്രമത്തിനും എല്ലാം തന്നെ കാരണമായിട്ടുള്ള. ഞാൻ എബിയിലേക്ക് വരാം തുടരുക. അശ്വതിയിലേക്ക് പോവുകയാണ്. അശ്വതി, അനൗദ്യോഗികമായി അറിയുന്ന ചില കാര്യങ്ങൾ ശാസ്ത്രീയമായ നടപടികളിലേക്ക് ഇടി കടക്കുന്നു എന്നാണ്. വീണയുടെ ഫോൺ പിടിച്ചെടുത്തു എന്ന തരത്തിൽ വിവരങ്ങൾ വരുന്നു. എന്താണ് അറിയാനാവുന്നത്? മായ, ഇന്നലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ എടുത്തിട്ടുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളും ബാങ്ക് അക്കൗണ്ട് രേഖകളും അടക്കമാണ് ഇഡി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ഡിജിറ്റൽ തെളിവുകൾ എന്ന് പറയുന്നത് ഫോൺ, അതുപോലെ തന്നെ ലാപ്ടോപ്പ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കണം. ആ ഒരു ഘട്ടത്തിലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വീണയുടെ 3 അക്കൗണ്ടുകളാണ്. ഇതിൽ ഈ അക്കൗണ്ടുകളുടെ ട്രാൻസാക്ഷനുകളും മറ്റും വിശദമായി അറിയണമെങ്കിൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങളാണ്. എന്തായാലും അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകളും അല്ലെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വാഭാവികമായും ഡിജിറ്റൽ തെളിവുകൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇത്തരത്തിൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മായ. ശരി അശ്വതി, വീണ്ടും എബിയിലേക്ക് പോവുകയാണ്. എബി, ഇന്നലെ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ ആക്രമണം എന്തായാലും CPM വലിയ തോതിൽ തന്നെ ബാധിക്കാനല്ലേ സാധ്യത? അത് CPM വലിയൊരു തിരിച്ചടിയല്ലേ അത്? തീർച്ചയായും ഈ നടപടികളൊക്കെ തന്നെയും വലിയ രീതിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിരീക്ഷിക്കുക തന്നെയാണ് ഇഡി ഉദ്യോഗസ്ഥർ. ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെ ആ നിലയ്ക്കുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം സംസ്ഥാനത്ത് ഇന്നലെ ഉണ്ടായ സംഭവം രാജ്യത്താകെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഈ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതൊരു അതിക്രമത്തിലേക്കോ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള കയ്യേറ്റത്തിലേക്കോ വാഹനങ്ങൾ തല്ലി തകർക്കുന്നതിലേക്കോ ഒന്നും തന്നെ ഇതുവരെയും എത്തിയിട്ടില്ല. നമുക്ക് ആർക്കും തന്നെ പരിചിതമല്ലാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് ഇന്നലെയൊക്കെ തന്നെ നമ്മൾ കണ്ടത്. എന്തായാലും അതിനെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നടപടികൾ ഇനി ഏത് വിധേനയാണ് ഉണ്ടാവുക എന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് CPM വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഗതിയാണ്. ഇന്നലെ ഇപ്പോൾ പിടികൂടിയ 5 പേരുണ്ട്. 5 പേരുടെയും ഇന്ന് അവരെ റിമാൻഡ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. ഇന്നിപ്പോൾ 10 മണിയോട് കൂടി അതിനുള്ള നടപടികളൊക്കെ തന്നെ ഏതാണ്ട് പൂർത്തിയാക്കാൻ കഴിയും. ബാക്കിയും വരുന്ന ആളുകളെ കൂടി പിടികൂടണം എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഒരു പാർട്ടി ഓഫീസിന് മുന്നിൽ കേണപേക്ഷിച്ച് സംസ്ഥാനത്തെ പോലീസ് ആകമാനം നിൽക്കുന്ന ഒരു ദയനീയമായിട്ടുള്ള കാഴ്ച. പ്രതികളെ ഇറക്കിത്തരൂ, പ്രതികളെ കൈമാറൂ തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ വന്ന് പാർട്ടി നേതാക്കളോട് കേണപേക്ഷിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. വലിയ പോലീസ് സന്നാഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പാർട്ടി ഓഫീസിനുള്ളിലേക്ക് കയറി പ്രതികളെ പിടിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് CPM അവിടെ എടുത്തിരുന്നു. അതിനോട് തീർച്ചയായും ആ ഒരു നിലപാട് അംഗീകരിച്ചുകൊണ്ട് തന്നെ അവിടെ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന പോലീസ് സേനയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. എന്തായാലും ആഭ്യന്തര മന്ത്രാലയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതൊക്കെ തന്നെയും എന്തായാലും നിരീക്ഷണത്തിന് വിധേയമാക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ഉള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന് ഇന്നലെ ലഭിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് അവർ പരിശോധന അല്ലെങ്കിൽ അവർ ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഈ ഒരു അന്വേഷണ വിധേയമായിട്ടുള്ള കാര്യങ്ങളെ പരിശോധിക്കുകയും ചെയ്യുന്നത്. മായ. ശരി, മാസപ്പടി കേസിൽ ഇന്നലെ പിണറായി വിജയന്റെ വീടുകളിലടക്കം നടന്ന പരിശോധന, അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ, പ്രതികരണങ്ങൾ ഒക്കെ പങ്കുവയ്ക്കുകയായിരുന്നു എബി ജോണും ഒപ്പം അശ്വതിയും. മൗനം തുടർന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹി സന്ദർശനത്തിന് ശേഷം കേരളത്തിലെത്തിയ മുഖ്യമന്ത്രിയോട് പിണറായി വിജയന്റെ വീടുകളിലെ ED റെയ്ഡിനെക്കുറിച്ചും ആക്രമണങ്ങളെക്കുറിച്ചും മാധ്യമപ്രവർത്തകർ ചോദിച്ചെങ്കിലും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. നേരത്തെ ഡൽഹിയിലും ഇത് സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറിയിരുന്നു. ഇനി പശ്ചിമേഷ്യൻ സംഘർഷത്തിലേക്ക് പോവുകയാണ്.
സമാധാന കരാർ വരാൻ പോകുന്നു, സമാധാന ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നു എന്ന് ട്രംപ് അടിക്കടി പറയുന്നു എങ്കിൽ പോലും ഇറാനിൽ വീണ്ടും അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുകയാണ്. സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്ന് അവകാശപ്പെട്ടിരിക്കുന്നു അമേരിക്ക. ഇറാന്റെ ഡ്രോണുകൾ തകർത്തെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ തങ്ങളുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തയ്യാറായാൽ പോലും രാജ്യത്തിന് മേൽ ചുമത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ യാതൊരുവിധ ഇളവും നൽകില്ല എന്നും ട്രംപ് പറയുന്നു. ടെഹ്റാനുമായി നിലവിൽ നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്നാൽ നിലവിലെ ചർച്ചകളിൽ അമേരിക്ക പൂർണ്ണ തൃപ്തരല്ലെന്നും ട്രംപ് പറഞ്ഞു വയ്ക്കുന്നു. ഇറാൻ തങ്ങളുടെ കർശന വ്യവസ്ഥകൾ പൂർണ്ണമായി അംഗീകരിച്ചില്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അബ്ദുൾ റഹീം ജയിൽ മോചിതനായി നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അബ്ദുൾ റഹീം അല്പസമയത്തിനകം കരിപ്പൂരിൽ വിമാനമിറങ്ങും. ജയിൽ ഉദ്യോഗസ്ഥരാണ് റഹീമിനെ റിയാദ് എയർപോർട്ടിൽ എത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ആക്ഷൻ കൗൺസിൽ വിപുലമായ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഘ ചേരുകയാണ്. അനഘ കരിപ്പൂർ വിമാനത്താവളത്തിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഈ റഹീം വരുന്ന വിമാനം എപ്പോഴാണ് ലാൻഡ് ചെയ്യുക? അനഘയിലേക്ക് വരാം. 20 വർഷത്തിന് ശേഷമാണ് അബ്ദുൾ റഹീം സംസ്ഥാനത്തേക്ക് എത്തുന്നത്. 20 വർഷക്കാലമായി സൗദിയിലെ ജയിലിൽ കഴിയുകയായിരുന്നു അബ്ദുൾ റഹീം. അബ്ദുൾ റഹീമിനെ തിരിച്ചെത്തിക്കാൻ വലിയ നടപടികളാണ് എടുത്തത് പലതരത്തിൽ. അതിപ്പോൾ ഫലം കണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അബ്ദുൾ റഹീം കരിപ്പൂരിലെത്തും. കരിപ്പൂരിൽ വിമാനമിറങ്ങും. ജയിൽ ഉദ്യോഗസ്ഥരാണ് റഹീമിനെ റിയാദ് എയർപോർട്ടിൽ എത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയത്. റഹീം നാട്ടിലേക്ക് വരുന്നു എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. അതിനുള്ള ശ്രമങ്ങളും വലിയ തോതിൽ തന്നെ നടത്തിക്കൊണ്ടിരുന്നിരുന്നു. പല സംഘടനകളുടെ ഭാഗത്തു നിന്നും വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഒക്കെ അത് നടന്നിരുന്നു. ഒരു ആക്ഷൻ കൗൺസിൽ തന്നെ രൂപീകരിച്ചിരുന്നു. ആക്ഷൻ കൗൺസിലിൻ്റെ ശ്രമങ്ങൾ ഏതായാലും ഫലം കണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം റഹീം സംസ്ഥാനത്ത് എത്തും. കരിപ്പൂരിലായിരിക്കും വിമാനമിറങ്ങുക. അനഘയിലേക്ക് പോവുകയാണ്. അനഘ, ഞാൻ നേരത്തെ അനഘയിലേക്ക് വന്നതാണ്. അനഘ കേട്ടില്ല എന്ന് തോന്നുന്നു ചോദിച്ചത്. അനഘ, ഏതായാലും ബക്രീദ് ദിനമാണ് ഇന്ന്. അന്ന് തന്നെ അബ്ദുൾ റഹീം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. റഹീം എത്തുന്ന ഈ വിമാനം ലാൻഡ് ചെയ്യാറായോ കരിപ്പൂരിൽ? തീർച്ചയായും ഇന്ന് 7:30 തന്നെ റഹീം ഈ കരിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും റഹീമിൻ്റെ കുടുംബമടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് റഹീമിനെ സ്വീകരിക്കുവാൻ വേണ്ടി. 2006 ഇത്തരത്തിൽ സൗദിയിലെ ഒരു ബാലൻ്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ 20 വർഷം റഹീം ജയിലിലാവുന്നത്. തുടർന്ന് 2012 ഇദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചത്. 34 കോടി ഒരു ബ്ലഡ് മണി അടക്കം നൽകിക്കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജയിൽ മോചനം സാധ്യമായത്. ഇന്നലെ രാത്രിയാണ് ഈ റഹീമിൻ്റെ തുടർ നടപടികളെല്ലാം തന്നെ സാധ്യമായത്. ഏതായാലും ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ റഹീം ഈ കരിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. റഹീമിൻ്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തുവൂരും കുടുംബവും റഹീമിൻ്റെ ഒപ്പം ഈ കോഴിക്കോട് കരിപ്പൂരിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. ജയിൽ ഉദ്യോഗസ്ഥരാണ് റഹീമിനെ എയർപോർട്ടിൽ എത്തിച്ചുകൊണ്ട് തന്നെ എമിഗ്രേഷൻ നടപടികളടക്കം ഇന്നലെ പൂർത്തീകരിച്ചത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ റഹീം ഈ കരിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിച്ചേരും. 2006 ഇത്തരത്തിലുള്ള ഒരു നടപടി ഈ ഒരു സംഭവം ഉണ്ടായത്, ഒരു കൊലപാതകം ഉണ്ടായത്. ഏതായാലും 20 വർഷത്തിന് ശേഷം ഒരു പെരുന്നാൾ ദിനത്തിൽ വീണ്ടും റഹീം സ്വന്തം നാട്ടിലേക്ക് ഇന്ന് തിരിച്ചെത്തുകയാണ്. അനഘ, 20 വർഷത്തിന് ശേഷം എത്തുന്ന റഹീമിനെ സ്വീകരിക്കാൻ വലിയ ഒരുക്കങ്ങളായിരിക്കുമല്ലോ അല്ലേ അവിടെ നടത്തിയിട്ടുണ്ടാവുക ആക്ഷൻ കൗൺസിലൊക്കെ?
തീർച്ചയായും വലിയ സന്തോഷത്തിലും അതുപോലെ തന്നെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഈ കുടുംബം. കാരണം 20 വർഷത്തോളമായി ഇദ്ദേഹത്തെ ഒരു നോക്ക് ഈ ഉമ്മയടക്കം കണ്ടിട്ട്. ഏതായാലും ഇന്ന് പെരുന്നാൾ ദിനം കൂടിയാണ്, ഒരു ദിവ്യ ദിവസം കൂടിയാണ് ഇന്ന്. മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള, ഏറെ പുണ്യമായ ഒരു ദിനം കൂടിയാണ്. ആ ദിനത്തിൽ തന്നെയാണ് 20 വർഷത്തിന് ശേഷം ഈ റഹീം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് എന്നുള്ളത് തന്നെയേറെ ഈ മധുരത്തെ ഇരട്ടിയാക്കുന്ന ഒരു മധുരം തന്നെയാണ് ഈ കുടുംബത്തിനും അതുപോലെ തന്നെ ഈ കമ്മിറ്റിക്കും അടക്കം. ഏതായാലും ഇന്നലെയാണ് ഇദ്ദേഹം പുറപ്പെട്ടത്. ഏതായാലും വലിയ ഒരുക്കങ്ങൾ തന്നെ ഇത്തരത്തിൽ ഭക്ഷണവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും അടക്കം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ വലിയ ഒരു ഒരുക്കം തന്നെയാണ് ഈ സഹായ കമ്മിറ്റി അടക്കം ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും കുടുംബവും അത്തരത്തിൽ റഹീമിനെ കാണുവാൻ വേണ്ടി 20 വർഷം എന്ന് പറയുന്നത് ഒരു ചില്ലറ കാലമല്ല, വലിയൊരു നീണ്ട കാലയളവ് തന്നെ, ജീവിതത്തിൻ്റെ വലിയൊരു കാലയളവ് തന്നെ അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു. ഏതായാലും 20 വർഷത്തിന് ശേഷം അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി അദ്ദേഹം ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഒരുക്കം തന്നെയാണ്, ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഈ കുടുംബവും ഉള്ളത്. അനഘയാണ് വിവരങ്ങൾ നൽകിയത്. അനഘയിലേക്ക് തിരികെ വരാം. റഹീം അല്പസമയത്തിനകം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തും. 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് റഹീം നാട്ടിലേക്ക് എത്തുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. അപകടങ്ങളിൽപ്പെട്ടും നിയമലംഘനങ്ങളുടെ പേരിലും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന വാഹനങ്ങൾ ഒടുവിൽ പൊതുജനങ്ങൾക്ക് ശാപമാകുന്ന കാഴ്ച കേരളത്തിൽ പുതിയ കാര്യമല്ല. അത്തരത്തിൽ നാട്ടുകാർക്ക് ശല്യമാവുകയാണ് പത്തനംതിട്ട ഏനാത്ത് പോലീസ് പിടിച്ചിട്ടിരിക്കുന്ന വാഹനങ്ങൾ. കാട് മൂടിക്കിടക്കുന്ന വാഹനങ്ങൾ ഇഴജന്തുക്കളുടെയും തെരുവ് നായ്ക്കളുടെയും താവളമായി മാറിക്കഴിഞ്ഞു. ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് ഏനാത്ത് പോലീസ് സ്റ്റേഷന് സമീപത്തെ റോഡുകളിൽ കിടക്കുന്നത്. വർഷങ്ങളായി ഒരേ കിടപ്പ് കിടക്കുന്ന വാഹനങ്ങളിൽ ഭൂരിഭാഗവും ഇപ്പോൾ കാടുമൂടിയ അവസ്ഥയിലാണ്. ഇത് ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുന്നു. കൂടാതെ തെരുവു നായ്ക്കളുടെ പ്രധാന വിശ്രമ കേന്ദ്രവും. ഇതിനൊക്കെ പുറമെയാണ് സാമൂഹ്യ വിരുദ്ധർ ഈ വണ്ടികൾക്കിടയിലേക്ക് മാലിന്യങ്ങൾ തള്ളുന്നത്. ഇവിടുത്തെ പോലീസുകാർ പിടിച്ചിട്ടേക്കുന്ന വണ്ടികൾ അമ്മാണെല്ലാം സ്പിരിറ്റ് മറ്റേ ലോറികളെല്ലാം ഡിസ്പെൻസ് ചെയ്തേക്കുക. അത് JCB വെച്ച് ഇടിച്ച് ആറ്റി തള്ളിയിട്ടുണ്ട്. അതിൻ്റെ ഓയിലെല്ലാം അവിടെ വീണ് ആറ്റി മലിയുന്നതാണ്. അതിൻ്റെ കൂടെ മനുഷ്യർക്ക് ആർക്കും ഇങ്ങോട്ട് പോകാനൊക്കത്തില്ല. ഇതേ ജന്തുക്കളുടെ ഭയങ്കര ബഹളമാണ്. അതേപോലെ അവിടെ വീടുണ്ട്, അവിടെ കെട്ടിടമുണ്ട്, അവർക്കും ആ വസ്തുവിൻ്റെ അങ്ങോട്ട് പോകാനൊക്കത്തില്ല. ഇത് പലവട്ടം ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് ഞങ്ങൾ പരാതി കൊടുത്തു. അതുപോലെ ചിറ്റയം ഗോകുമാർ സാറിന് കൊടുത്തു, ഇവിടെ പഞ്ചായത്തിന് കൊടുത്തു, കൈനക പഞ്ചായത്തിന്. ഏനാത്ത് ടൗണിൽ നിലവിൽ അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലായ്മയാണ്. പോലീസ് പിടിച്ചിട്ടിരിക്കുന്ന ഈ തുരുമ്പെടുത്ത വണ്ടികൾ ഇവിടെ നിന്ന് ലേലം ചെയ്തോ മറ്റ് സൗകര്യങ്ങളിലേക്കോ മാറ്റിയാൽ ആ സ്ഥലം നഗരത്തിലെ പാർക്കിംഗ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം ഈ സ്ഥലങ്ങളിൽ മൊത്തം നോക്കൂ, ഇവിടെ എല്ലാം കാട് മൂടി ഒരു യാതൊരു വിധമായ നവീകരണങ്ങളോ അല്ലെങ്കിൽ കാട് വെട്ടാനുള്ള ഒരു നടപടികളോ ഏനംകുളം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ഇഴജന്തുക്കൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള നായ്ക്കൾ ഇവിടെ മൊത്തം വേസ്റ്റാണ് ഈ സൈഡിലെല്ലാം. ആ വേസ്റ്റ് എല്ലാം കൊണ്ട് ഇവിടെ തള്ളുകയാണ്. അതിനുവേണ്ടി ഒരു ക്യാമറ പോലും ഇവിടെ പ്രവർത്തിക്കുന്നില്ല. ഇത് അടിയന്തരമായിട്ട് ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ ഏനംകുളം പഞ്ചായത്ത് തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്കും സ്ഥലം MLAയ്ക്കും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. വർഷങ്ങളായി തുടരുന്ന ഈ കാത്തിരിപ്പിന് ഇനിയെങ്കിലും പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പൊതുജനങ്ങൾ. നിയമപാലനത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുക്കുന്ന വാഹനങ്ങൾ ഒടുവിൽ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന കാഴ്ചയാണ് ഏനാത്ത് റിംഗ് റോഡിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ജില്ലയിലെ മിക്ക പോലീസ് സ്റ്റേഷനുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ക്യാമറമാൻ രതീഷ് മാഡ്മേശ്വരിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. മഴക്കാലം വരികയാണ്. മഴക്കാലം എത്തിയതോടെ കുട്ടനാട്ടിലെ മറ്റൊരു പ്രളയത്തിലേക്ക് തള്ളിവിടുകയാണോ ഉത്തരവാദിത്തപ്പെട്ട ഭരണ സംവിധാനങ്ങളെന്ന് സംശയം ഉയരുകയാണ്. തോട്ടപ്പള്ളി സ്പിൽവേ കൃത്യമായി തുറക്കാൻ കഴിയാത്തതും പൊഴിമുറിക്കാനുള്ള പ്രവർത്തനങ്ങൾ വൈകുന്നതും മഴ കനത്താൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതർ വരുത്തുന്ന അനാസ്ഥയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ വിളിച്ചു വരുത്തുമോ എന്ന ആശങ്കയിലാണ് ഇവിടെയുള്ളവർ. സാധാരണ മഴയ്ക്ക് മുമ്പേ 18 മീറ്റർ വീതിയിലും 7 മീറ്റർ ആഴത്തിലും പൊഴിമുറിച്ച് കൂട്ടി നീരൊഴുക്ക് സുഗമമാക്കിയിരുന്നു. എന്നാൽ ഇക്കുറി മഴ എത്തിയിട്ടും പൊഴിമുറിക്കുന്നതിനുള്ള ആലോചനാ യോഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. നിലവിൽ 50 മീറ്റർ വീതിയിൽ പൊഴി തുറന്നു കിടക്കുകയാണ്. മഴ കൂടുന്നതിനനുസരിച്ച് 50 മീറ്റർ വീതിയിലും പൊഴിമുറിക്കും.
പമ്പ, അച്ചൻകോവിൽ, മണിമല നദികളിൽ കൂടി ഒഴുകിയെത്തുന്ന വെള്ളം കുട്ടനാട്ടിൽ അധികനേരം തങ്ങി നിൽക്കാതെ കടലിലേക്ക് ഒഴുക്കാനും വേലിയേറ്റ കാലത്ത് കടലിലെ ഓരുവെള്ളം കുട്ടനാട്ടിലേക്ക് കയറാതെ തടയാനുമായി നിർമ്മിച്ച തോട്ടപ്പള്ളി സ്പിൽവേക്ക് 40 ഷട്ടറുകളാണുള്ളത്. ഇതിൽ 39 എണ്ണം മാത്രമേ തുറക്കാനാകൂ. 7ാം നമ്പർ ഷട്ടർ 2021 തകർന്നതാണ്. ഇതുവരെ അറ്റകുറ്റപ്പണി നടത്താനായിട്ടില്ല. ഇതും വെള്ളത്തിന്റെ ഒഴുക്കിനെ സാരമായി ബാധിക്കും. വെള്ളപ്പൊക്കം ഉണ്ടായി ജലനിരപ്പ് വർദ്ധിച്ചതിന് ശേഷം ചെയ്യേണ്ടതല്ല, മുൻകൂട്ടി നമ്മുടെ കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കിയിരിക്കുന്നത് പോലെ വെള്ളം ഒഴുകാനുള്ള സൗകര്യം ചെയ്യണം. അങ്ങോട്ട് വെള്ളം കടലിലോട്ട് ഒഴുകണം. പിന്നെ കടലിലെ വേലിയേറ്റ ഇറക്കങ്ങൾ വളരെ പ്രധാനമാണ്. ഏറ്റമുള്ള സമയത്ത് വെള്ളം കടലിലോട്ട് ഒഴുകില്ല, ഇറക്കത്തിനേ ഒഴുകുള്ളൂ. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും നോക്കി നടത്താനുള്ള സംവിധാനം ഉണ്ടാവണം. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ വെള്ളം കയറ്റുന്നതിനും ഇറങ്ങിപ്പോകുന്നതിനും കൃത്യമായ സജ്ജീകരണങ്ങളില്ല. ഉപ്പുവെള്ളം കയറാതിരിക്കാനായി നിർമ്മിച്ച പല ഓരുമുട്ടുകളും കൃഷിക്ക് ശേഷം പലരും തുറന്നു നൽകിയിട്ടില്ല. ഇതോടെ പാടശേഖരങ്ങളിൽ വെള്ളം ഉയരുവാനുള്ള സാധ്യതയും ഇരട്ടിയാണ്. തോട്ടപ്പള്ളി മുതൽ വീയപുരം വരെയുള്ള ലീഡിംഗ് ചാനലിന്റെ ആഴക്കുറവും വെള്ളത്തിന്റെ ഒഴുക്കും കുറയ്ക്കും. കുട്ടനാടിന്റെ പാരിസ്ഥിതിക പ്രത്യേകതകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താൻ കഴിഞ്ഞില്ല എങ്കിൽ മറ്റൊരു പ്രളയഭീതിയിലേക്ക് കുട്ടനാട് മാറും. അമൃത ന്യൂസ്, ആലപ്പുഴ. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണ പുതുക്കിക്കൊണ്ട് ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും നടക്കുകയാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തിരുവനന്തപുരത്ത് നിന്ന് എബി ചേരുകയാണ് ഇപ്പോൾ. എബി, ഇന്ന് ബക്രീദാണ്. പള്ളികളിലും ഈദ്ഗാഹുകളിലുമൊക്കെ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുകയല്ലേ ഇപ്പോൾ? ഇന്ന് ബലിപെരുന്നാൾ ആഘോഷമാണ്. അതിന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ, പ്രാർത്ഥനകളൊക്കെ തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 7 മണിയോടുകൂടി തന്നെ പാളയത്തെ പള്ളിയിൽ അതിനുള്ള ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിച്ചു. രാവിലെ മുതൽ തന്നെ നേരത്തെ ഈ സ്റ്റേഡിയത്തിലാണ്, ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിലാണ് ഇത് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നത്. പക്ഷേ പ്രതികൂല കാലാവസ്ഥയുണ്ട്, മഴയായതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആളുകൾ നിരവധിയായിട്ട് വന്നു ചേരുന്നതിന്റെ ഒരു തിരക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സ്ഥലപരിമിതിയൊക്കെ തന്നെ ഒരു വലിയ കാര്യം കൂടിയാണ്. എന്തായാലും ഇന്ന് വിശ്വാസികളെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാവരും പള്ളികളിലേക്ക് എത്തുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിന്റെ മുഴുവൻ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ ബലിപ്പെരുന്നാളിന്റെ സ്നേഹവും ഒക്കെ തന്നെ പരസ്പരം പങ്കുവയ്ക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇമാമിന്റെ ഇന്നത്തെ ദിവസത്തിന്റെ സന്ദേശങ്ങൾ ഉണ്ടാകും. അതുതന്നെയായിരിക്കും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പാളയത്ത് നിന്നുള്ള അത്തരത്തിലുള്ള സന്ദേശങ്ങൾ അത് സ്വാഭാവികമായി വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം ഉൾപ്പെടെ നേടുന്ന ഒരു സംഗതി കൂടിയാണ് എന്നത് കാര്യം ഈ ഘട്ടത്തിൽ പറയണം. ഈ സ്റ്റേഡിയത്തിൽ നിന്നും പള്ളിയിലേക്ക് നിസ്കാര ചടങ്ങുകൾ മാറ്റിയതുകൊണ്ട് തന്നെ സ്ഥലപരിമിതി ഉൾപ്പെടെയുള്ള പരിമിതികളൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും ആളുകൾ ഇപ്പോഴും പള്ളികളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ കാഴ്ച നമുക്ക് കാണാം. പള്ളിക്കകത്ത് ഏതാണ്ട് നിറഞ്ഞു ആളുകൾ. അതിനുശേഷം ഇപ്പോൾ പുറത്ത് നിസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയുമാണ്.
ആ നിലക്കാണ് ഇന്നത്തെ നമുക്ക് ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് വിശ്വാസികൾ എല്ലാവരും തന്നെ ഈ ഒരു സ്നേഹത്തിന്റെ സഹനത്തിന്റെ ഒക്കെ തന്നെ ഒരു സന്ദേശം പങ്കുവയ്ക്കുന്ന ആ ഒരു ദിവസം അതിനെ ഏറ്റവും അർത്ഥപൂർണമായ രീതിയിൽ തന്നെ അതിനെ ആചരിക്കുകയാണ്. ശരി, എബി പറഞ്ഞതുപോലെ തന്നെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ സ്മരണ പുതുക്കിക്കൊണ്ട് ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. പള്ളികളിലൊക്കെ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടക്കുകയാണ്. അതാണ് ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടത്. മറ്റു വാർത്തകൾ നോക്കാം. വേനലിൻ്റെ കഠിനമായ ചൂടിലും വഴിപ്പോക്കർക്ക് പച്ചക്കുട നിവർത്തി തണലേകിയ ഒരു പാതയുണ്ട് തൃശ്ശൂരിൽ. ചിയാരം മുനിയം ബണ്ട് റോഡിൻ്റെ വശങ്ങളിൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ 5 വർഷക്കാലത്തെ സ്നേഹവും പരിചരണവും ഒരു നാടിൻ്റെ ഹൃദയമിടിപ്പായി മാറി. ചിയാരം മുനിയം ബണ്ട് റോഡ് ഇപ്പോൾ ഒരു ഹരിത സ്വർഗമാണ്. തൃശൂർ ചിയാരം മുനിയംബണ്ട് റോഡിന് ഇപ്പോൾ അപ്സരസിന്റെ അഴകാണ്. തുറസായ ഈ പാതയെ പച്ചവിരിപ്പിച്ചതിന് പിന്നിൽ ചിയാരത്തുള്ള വിശ്വകല ആർട്സ് ക്ലബിന്റെ 5 ആണ്ടുകളുടെ സ്നേഹപരിചരണത്തിന്റെ കഥയുണ്ട്. പാടശേഖരത്തിന്റെ വശ്യതയാർന്ന ബണ്ടിലൂടെ കടന്നുപോകുന്ന 700 മീറ്റർ ദൂരത്തിൽ പ്രകൃതി ഒരുക്കിയ ഒരു കാവ്യം പോലെയാണ് ഈ മരങ്ങൾ. വളരെയധികം ആൾക്കാർ നടക്കാൻ വരാറുണ്ട്. അപ്പോൾ നല്ലൊരു ഓക്സിജൻ കൊടുക്കുക, ചെറിയ മരങ്ങൾ വയ്ക്കുക എന്നുള്ളത് ഒരു ക്ലബിൻ്റെ ഒരു ഞങ്ങൾ തീരുമാനത്തിന് മുകളിലാണ്. പിന്നെ ഇതിൻ്റെ റോഡിൻ്റെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ റോഡിന് ആവശ്യമായ സ്ഥലം ഒരു 1990 കംപ്ലീറ്റ് പൊന്നുവിലയ്ക്ക് മേടിച്ചിട്ട് അന്നത്തെ പഞ്ചായത്തിനെ ഏൽപ്പിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കൊച്ചുമുനയത്തന്നെ അഭിമാനവും വിശ്വകലയുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ ബണ്ട് റോഡ്. 2019 ഒരു പരിസ്ഥിതി ദിനത്തിൽ നട്ടുവളർത്തിയ 70ഓളം മരങ്ങൾ ഇന്ന് ശാഖകൾ പടർത്തി ഈ നാടിന് തണൽ വിരിക്കുകയാണ്. ചിട്ടയായ പരിചരണവും ഹൃദയം ചേർത്ത കാവലും കൂടിയായപ്പോൾ മാവും അശോകവും ഇലഞ്ഞിയും ഞാവലുമെല്ലാം ഒരു വലിയ സൗഹൃദ കൂട്ടമായി ഇവിടെ വളർന്നു പന്തലിച്ചു. പേരയുണ്ട്, ഉങ്ങുണ്ട്, ഞാവലുണ്ട്, ചെറിയാലുണ്ട്, ആര്യവേപ്പ്, പിന്നെ ചെമ്പകം, പിന്നെ അതായത് വ്യത്യസ്തമായ മരങ്ങൾ, അതായത് തണൽ മരങ്ങൾ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആരുവലുള്ളത്, അതായത് മറിഞ്ഞു വിടാൻ പാടില്ല. ഒരു ഭാഗത്ത് കനാലല്ലേ, അങ്ങോട്ട് മറിഞ്ഞു വിടാൻ. അതുകൊണ്ട് അപ്പോൾ അതുകാരന് ബന്ധപ്പെട്ട അധികാരികൾ നിർദ്ദേശം അനുസരിച്ചാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. മരങ്ങൾക്ക് കൂട്ടായി ഫുട്പാത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വെണ്മയോടെ വിരിഞ്ഞു നിൽക്കുകയാണ് 600-ലധികം നന്ദ്യാർ വെട്ടച്ചെടികൾ. ഈ ചെടികൾക്ക് ജീവനേകാൻ കൃത്യമായ ജലസേചന സംവിധാനവും പ്രദേശത്തിന്റെ സുരക്ഷയ്ക്കായി CCTVകളും ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു. അസ്തമയ സൂര്യന്റെ ചെമ്മാനം കണ്ട് ഇലച്ചാർത്തുകൾക്കിടയിലൂടെ വീശുന്ന കാറ്റേറ്റ് ഒത്തിരി നേരം ഇരിക്കാൻ ദിവസവും നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഇണക്കത്തിന്റെ ഈ പച്ചപ്പാലം തൃശ്ശൂരിന്റെ കാഴ്ചകളിൽ ഇനി എന്നും ഒരു കുളിർമയുള്ള ഓർമ്മയാണ്. അമൃത ന്യൂസ്, തൃശ്ശൂർ. കേരള കർണാടക പര്യടനത്തിന് തുടക്കം കുറിച്ച് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി മംഗലാപുരത്ത്. ഇന്നും നാളെയുമായി നടക്കുന്ന മംഗലാപുരം ബ്രഹ്മസ്ഥാനം മഹോത്സവത്തിൽ അമ്മ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഏഴു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കാരുണ്യാമൃതം ചുരിയാൻ അമ്മയെത്തി. അമ്മയുടെ കേരള കർണാടക പര്യടനത്തിനും ഇതോടെ തുടക്കമായി. ഇനിയുള്ള 2 ദിവസം മംഗലാപുരം ബോളൂർ ബ്രഹ്മസ്ഥാനത്ത് അമൃതോത്സവത്തിന്റെ നാളുകളാണ്. മന്ത്രധ്വനികളും വാദ്യഘോഷങ്ങളും മുഴങ്ങിയ അന്തരീക്ഷത്തിൽ അമ്മയെ മാതാ അമൃതാനന്ദമയി മഠം മംഗലാപുരം മഠാധിപതി സ്വാമിനി മംഗളാമൃത പ്രാണയുടെ നേതൃത്വത്തിൽ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. കൊല്ലം മാതാ അമൃതാനന്ദമയി മഠത്തിലെ മുതിർന്ന സന്യാസ ശിഷ്യരും 100 കണക്കിന് ബ്രഹ്മചാരിണികളും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളും അമ്മയോടൊപ്പം എത്തിയിട്ടുണ്ട്. രാവിലെ 11 മണിയോടെ അമ്മ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലെത്തും. തുടർന്ന് വിശിഷ്ട വ്യക്തികൾ അമ്മയെ ഹാരാർപ്പണം ചെയ്യും. പിന്നീട് അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനം, സത്സംഗം, ഭജന എന്നിവയും തുടർന്ന് ദർശനവും നടക്കും. അമ്മയെ കാണാനും അനുഗ്രഹം വാങ്ങാനുമായി എത്തുന്നവർക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ആശ്രമത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എത്തുന്നവർക്കെല്ലാം ഭക്ഷണം നൽകാനുള്ള അതിവിപുലമായ സൗകര്യവും ബ്രഹ്മസ്ഥാന പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV.
6 വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന അമ്മയെ സ്വീകരിക്കാൻ കോഴിക്കോട് ഒരുങ്ങിയെന്ന് മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി. 2 ലക്ഷത്തോളം പേർ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും സ്വാമി പറഞ്ഞു. മെയ് 31, ജൂൺ 1 തീയതികളിലാണ് കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം. 6 വർഷങ്ങൾക്ക് ശേഷം അമ്മ കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷികം പ്രമാണിച്ച് ഇവിടെ എത്തിച്ചേരുകയാണ്. ഈ മെയ് 31, ജൂൺ 1 തീയതികളിൽ 2 ദിവസത്തെ പ്രോഗ്രാമാണ് അമ്മ നൽകിയിട്ടുള്ളത്. ഈ 2 ദിവസങ്ങളിലും അമ്മ നയിക്കുന്ന ധ്യാനം, സത്സംഗം, അതുപോലെ ഭജന, അതിനുശേഷം ദർശനം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കും. പിന്നെ അമ്മയുടെ സാന്നിധ്യത്തിൽ ശ്രീ ലളിതാ സഹസ്രനാമ അർച്ചന, അതുപോലെ തന്നെ രാഹു ശനി ദോഷ നിവാരണ പൂജകൾ, ഇതെല്ലാം ഒപ്പം തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഇത്തരം വർഷങ്ങൾക്ക് ശേഷം അമ്മ വരുന്നതുകൊണ്ട് അതിനുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അമ്മ വരുന്ന ദിവസം, അമ്മ തലേ ദിവസമായിരിക്കും 30-ാം തീയതി ആയിരിക്കും വരിക. അപ്പോൾ അന്ന് വൈകുന്നേരം ഇവിടെ എത്തിച്ചേരുന്ന സമയത്തൊരു സ്വീകരണ പരിപാടി അമ്മയ്ക്ക് വെച്ചിട്ടുണ്ട്. സ്വീകരണത്തിന് ശേഷം അമ്മ പിന്നെ അടുത്ത ദിവസമായിരിക്കും മറ്റു പരിപാടികളൊക്കെ തുടങ്ങുക. രാവിലെ ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് മാനസപൂജ, അതുപോലെ അർച്ചന തുടങ്ങിയ കാര്യങ്ങൾ രാവിലെ തന്നെ തുടങ്ങും. ഒപ്പം തന്നെ ക്ഷേത്രത്തിൽ ഹോമാദി കാര്യങ്ങളെല്ലാം നടക്കും. ഈ സമയത്ത് അമ്മ വരുന്നത് കൊണ്ട് ധാരാളം ആൾക്കാർ മലബാർ പ്രദേശത്തു നിന്ന് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. മലബാറിൽ നിന്ന് എത്തിച്ചേരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണിപ്പോൾ. അപ്പോൾ അവർക്ക് വേണ്ട അക്കോമഡേഷൻ സൗകര്യങ്ങൾ, അതുപോലെ മെഡിക്കൽ ഫെസിലിറ്റീസ്, പിന്നെ അന്നശാലയുടെ തയ്യാറെടുപ്പ്, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം അതിൻ്റെ ഫിനിഷിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് 2 ലക്ഷം പേരോളം വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം തുടർച്ചയായിട്ടുള്ള പരിപാടിയാണ്, രാത്രിയും പകലും നീണ്ടു നിൽക്കുന്ന പരിപാടികളാണിത്. പിന്നെ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഒക്കെയുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിയിൽ. അപ്പോൾ അങ്ങനെ എല്ലാ വശത്തു നിന്നും വരുന്ന ആ ഒരു സഹകരണം, പങ്കാളിത്തം ഈ ഒരു പരിപാടിയിൽ വരും എന്നുള്ളത് കൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ നടക്കുകയാണ്. എല്ലാവർക്കും അതിലേക്ക് സ്വാഗതമോതുന്നു. ആലംബഹീനരായ ആളുകൾക്ക് സ്നേഹത്തിൻ്റെ സ്പർശം നൽകാനാണ് അമ്മ കോഴിക്കോട് എത്തുന്നതെന്ന് ആചാര്യ MR രാജേഷ്. അമ്മയുടെ അനുഗ്രഹ വർഷം സ്വീകരിക്കാൻ ലഭിക്കുന്ന ഈ അവസരം നഷ്ടപ്പെടുത്തരുത് എന്നും അദ്ദേഹം പറഞ്ഞു. ജഗദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി 6 വർഷത്തിന് ശേഷം കോഴിക്കോട് വരികയാണ്. അമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാരതത്തിൽ ജാതി, മത, ലിംഗവിവേചനങ്ങളില്ലാതെ എല്ലാവരെയും സ്നേഹമെന്ന് പറയുന്ന അസാധാരണമായ ഒരു രസക്കൂട്ട് ഉപയോഗിച്ച് അനുഗ്രഹിക്കുന്ന അമ്മയാണ്. ആ അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രേമമാണ്, സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ മുമ്പിൽ മറ്റൊന്നുമില്ല. ഞാൻ പലപ്പോഴും അമ്മയുമായി അടുത്തിടപഴകാൻ സാധിച്ച അനുഗ്രഹം കൊണ്ടും അനുഭവം കൊണ്ടും അമ്മയുടെ സ്നേഹം നന്നായി നുകരാൻ കഴിഞ്ഞ ഒരാളാണ്. എനിക്ക് അമ്മ പുരസ്കാരം തന്നു, അതേപോലെ അമൃതകീർത്തി പുരസ്കാരം തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ, അല്ലെങ്കിൽ നിരവധി സന്ദർഭങ്ങൾ. അമ്മ ഇവിടെ കോഴിക്കോട് വരുമ്പോൾ നമുക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. കാരണം അവലംബമില്ലാത്ത, ആലംബഹീനരായ എത്രയോ ആളുകളുണ്ട്. അവർക്ക് സ്നേഹത്തിൻ്റെ സ്പർശം കൊടുക്കാനാണ് അമ്മ ഈ മെയ് മാസം 31-ാം തീയതി കോഴിക്കോട് അമൃതാനന്ദമയി മഠത്തിലേക്ക് വരുന്നത്. 31 തീയതികളിൽ അമ്മ കോഴിക്കോടുണ്ട്. ഈ അവസരം ഒരിക്കലും നിങ്ങൾ കളയരുത്. കാരണം അമ്മയെ കാണാനും അമ്മയുടെ ദർശനം ലഭിക്കാനും അതേപോലെ അത് നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹ വർഷത്തെ സ്വീകരിക്കാനും
കിട്ടുന്ന അവസരമാണ്. അത് ഒരു കാരണവശാലും ഒഴിവാക്കരുത്. മാത്രമല്ല മെയ് 31 തീയതികളിൽ മലാപ്പറമ്പിലെ അമൃതാനന്ദമയി മഠത്തിലുള്ള ബ്രഹ്മസ്ഥാനത്തിൻ്റെ വാർഷികോത്സവം കൂടി, അവിടെ പ്രതിഷ്ഠാദിന ഉത്സവം കൂടി അതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ കാൽനാട്ട് കർമ്മമെല്ലാം ഇപ്പം കഴിഞ്ഞു. അവിടെ വിവേകാമൃതാനന്ദപുരി സ്വാമികളുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായ രീതിയിൽ അമ്മയെ സ്വീകരിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മയുടെ ആ പാദസ്പർശം കൊണ്ട് നമ്മുടെ കോഴിക്കോട് കോഴിക്കോടുണ്ടാവുന്ന ആ പുണ്യത്തിന് നമുക്ക് കാത്തിരിക്കാം. എല്ലാവരും അതിൽ പങ്കെടുക്കുക. നമസ്കാരം. ജനങ്ങൾ ആഹ്ലാദത്തോടെ കാത്തിരിക്കുന്ന ഒന്നാണ് കോഴിക്കോട്ടേക്കുള്ള അമ്മയുടെ വരവെന്ന് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള. യുദ്ധത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും ഒക്കെ കാലത്ത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായി എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന അമ്മയ്ക്ക് വരവേൽപ്പ് നൽകാൻ കോഴിക്കോട് ഒരുങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്വമാതാവായി ലോകം പരക്കെ അംഗീകരിച്ചിട്ടുള്ള മാതാ അമൃതാനന്ദമയി ദേവിയുടെ അമ്മയുടെ കോഴിക്കോട് സന്ദർശനം ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു വലിയ പ്രത്യാശയുടെ വളരെ ആഹ്ലാദത്തോടെ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒന്നായി ഞാൻ കാണുകയാണ്. അമ്മ ആദ്യമായി കോഴിക്കോട്ട് വന്ന എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പുള്ള അത് കോഴിക്കോട് ബീച്ചിലെ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ അഴകൊടി അമ്പലത്തിലും എല്ലാം വന്നത് ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷം അമ്മയുടെ സന്ദർശന വേളകളെല്ലാം ഒരു ഉത്സവമാക്കി മാറ്റിയ ചരിത്രമാണ് കോഴിക്കോടിനുള്ളത്. ഇന്ന് വിശ്വസാഹിത്യത്തിൽ പ്രത്യേകമായി അംഗീകാരം നേടിയ നഗരങ്ങളിലൊന്നാണ് കോഴിക്കോട്. ഇവിടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളും അമ്മയ്ക്ക് വരവേൽപ്പ് നൽകാൻ തയ്യാറായിരിക്കുകയാണ്. ഇന്നത്തെ കുഴഞ്ഞു മറിഞ്ഞ അന്തരീക്ഷത്തിൽ ലോകമെമ്പാടും യുദ്ധത്തിൻ്റെയും മാനവികതയെ ചവിട്ടിമതിച്ചുകൊണ്ടുള്ള അക്രമ അന്തരീക്ഷമൊക്കെ നിലനിൽക്കുമ്പോൾ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വർത്തമാനകാല ഭാരതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി തീർന്ന അമ്മയെ സഹർഷം ഈ മണ്ണിലേക്ക് എത്തിയ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാനും ആശംസകൾ നേരാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. കർണാടക നേതൃമാറ്റത്തിന് വഴങ്ങി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് രാജിവെച്ചേക്കും. രാവിലെ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സിദ്ധരാമയ്യ ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. മന്ത്രിമാരെയും ഉന്നത ഉദ്യോഗസ്ഥരെയും മുഖ്യമന്ത്രി ഇന്ന് പ്രഭാത ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ തുടർന്ന തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഇന്ന് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും കാണും. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ഡൽഹിയിലെത്തിയ വിജയ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തമിഴ്നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഒപ്പം ശ്രീലങ്കൻ സൈന്യം മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും വിജയ് അറിയിച്ചു. സൗദിയിലെ 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ഇന്ന് നാട്ടിലേക്ക് എത്തുന്ന റഹീം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. റഹീമിൻ്റെ വിമാനം അല്പസമയത്തിനകം ലാൻഡ് ചെയ്യുമെന്നാണ് അറിയുന്നത് കരിപ്പൂരിൽ. കൂടുതൽ വിവരങ്ങളുമായി അനഘ ചേരുകയാണ്. അനഘ, റഹീം എത്താറായോ? ഇന്നിപ്പോൾ 7:35 റഹീം സഞ്ചരിച്ച വിമാനം നിലവിലിപ്പോൾ കരിപ്പൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി വിമാനത്താവളത്തിൽ പുറത്തേക്ക് ഇറങ്ങും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ കുടുംബവും അതുപോലെ തന്നെ മോചന സമിതിയിലെ ആളുകളും ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് റഹീമിനെ സ്വീകരിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. 2006 നവംബറിലാണ് ഇത്തരത്തിൽ റഹീം
ഒരു ജോലിക്ക് വേണ്ടി ജോലിക്കായി സൗദിയിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് അനസ് എന്ന ഒരു ബാലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് റഹീം പിന്നീട് ജയിലിലാകുന്നത്. 2012 റഹീമിനെ വധിച്ച വിധിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ ഒരു വലിയൊരു നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് റഹീമിന്റെ വധശിക്ഷ ഒഴിവായത്. 34 കോടിയിലേറെ ഇന്ത്യൻ രൂപ മോചനദ്രവ്യം കൊടുത്ത ശേഷമാണ് ഇദ്ദേഹത്തിന്റെ വധശിക്ഷ ഒഴിവാക്കിയത്. ഏതായാലും കഴിഞ്ഞ മെയ് 20 ഇദ്ദേഹത്തിന്റെ അതായത് കാലാവധി, അതായത് ഈ ജയിലിൽ കിടക്കുന്നതിന്റെ കാലാവധി ഉൾപ്പെടെ പൂർത്തിയായിരുന്നു. പക്ഷേ എമിഗ്രേഷൻ നടപടികളൊന്നും തന്നെ പൂർത്തീകരിച്ചിരുന്നില്ല. ഏതായാലും എമിഗ്രേഷൻ നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ച് ഇന്നലെ സൗദിയിലേക്ക് അധികൃതരാണ് ഇദ്ദേഹത്തെ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചത്. തുടർന്നാണ് അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഇന്നലെ രാത്രിയോടുകൂടി, അതായത് ഇന്നലെ 11:55 കയറിയ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഇന്ന് പുലർച്ചെ 7:35 കരിപ്പൂരിൽ എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസിൽ അദ്ദേഹം കോഴിക്കോട് കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നത്. റഹീമിന്റെ പവർ ഓഫ് അറ്റോർണി ആയിട്ടുള്ള സിദ്ദീഖ് തുവൂരും കുടുംബവും അദ്ദേഹത്തോടൊപ്പം ഈ എയർ ഇന്ത്യ എക്സ്പ്രസിൽ കോഴിക്കോടേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ കോടോപുഴയിലെ വീട്ടിലും അതുപോലെ തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിലുമായി നിരവധി ആളുകളാണ് അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നത്. ഏതായാലും ഒരു പെരുന്നാൾ ദിനമാണ്, ഒരു പുണ്യദിനം കൂടിയാണ്. ഈ പെരുന്നാൾ ദിനത്തിന് ഇരട്ടി മധുരകരമായിരിക്കുകയാണ് 20 വർഷത്തിന് ശേഷമുള്ള റഹീമിന്റെ മോചനം. അനഘ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നിപ്പോൾ പെരുന്നാൾ ദിനമാണ്. ഇന്ന് തന്നെ ഈ റഹീമിൻ്റെ തിരിച്ചുവരവ് അത് ആഹ്ലാദകരമാണ്. റഹീം തിരിച്ചെത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി വിമാനത്താവളത്തിന് പുറത്തേക്ക് വരുമെന്നാണല്ലോ അനഘ അറിയാനാവുന്നത്. റഹീമിനെ കാത്ത് ഒട്ടേറെ പേർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവുമല്ലോ. എങ്ങനെയാണ് സ്വീകരണ പരിപാടികളൊക്കെ ഒരുക്കിയിരിക്കുന്നത്? ഈ ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ടല്ലോ അവിടെ. തീർച്ചയായും നിരവധി ആളുകൾ ഈ കരിപ്പൂരിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലുമായി കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ആഘോഷം നിലവിൽ ഉണ്ടാവില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ആഹ്ലാദ പ്രകടനങ്ങളൊന്നും തന്നെ നടത്തില്ല എന്നാണ് ഈ മോചന കമ്മിറ്റി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വ്യക്തമാക്കിയത്. കാരണം ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷെ ഇത്തരത്തിൽ സൗദിയെ എതിർത്തി ആരും സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഇടപെടരുത്, അല്ലെങ്കിൽ പോസ്റ്റുകൾ അടക്കം ചെയ്യരുത് എന്നും ഈ മോചന കമ്മിറ്റി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അടക്കം ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യൻ എംബസി ഇദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി നന്നായി പ്രവർത്തിച്ചു എന്നും ഈ ഒരു തിരിച്ചുവരവ് ആഘോഷിക്കാൻ ഇല്ല എന്നും റഹീം തിരിച്ചു വന്നാലും സൗദി അറേബ്യ എന്ന രാജ്യത്തെ ഇകഴ്ത്താൻ പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ മോചന കമ്മിറ്റി പറഞ്ഞിരുന്നു. സമൂഹ മാധ്യമം ഉപയോഗിക്കുന്നവർ വരെ ഇത്തരത്തിൽ പോസ്റ്റുകൾ അടക്കം രേഖപ്പെടുത്തുന്നവർ വരെ വളരെയധികം ശ്രദ്ധിക്കണമെന്നും ഇത്തരത്തിൽ ഈ മോചന കമ്മിറ്റി പറഞ്ഞിരുന്നു. ഏതായാലും വലിയ ഒരു ആഘോഷം ഒന്നും ഇല്ല, ആഘോഷ പരിപാടികളൊന്നും തന്നെ നിലവിൽ സംഘടിപ്പിക്കുന്നില്ല. പക്ഷെ ഉള്ളിൽ ഉള്ള ഒരു സന്തോഷം, ആ സന്തോഷത്തിന് ഒരു ആവേശം എല്ലാവരുടെയും മനസ്സിലുണ്ട്. പക്ഷെ വലിയ രീതിയിലുള്ളൊരു ആഹ്ലാദ പ്രകടനങ്ങളൊന്നും തന്നെ നടത്തില്ല എന്ന് തന്നെയാണ് ഈ മോചന കമ്മിറ്റി അല്പ ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിനടക്കം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അനഘയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. 20 വർഷത്തെ ജയിൽ മോചനത്തിന് ശേഷം അബ്ദുൾ റഹീം നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. യാത്രാ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വിമാനത്താവളത്തിന് പുറത്തേക്ക് വരും റഹീമിനെ സ്വീകരിക്കാൻ വലിയൊരു ജനക്കൂട്ടം തന്നെ വിമാനത്താവളത്തിന് പുറത്ത് എത്തിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. പ്രാദേശിക തൊഴിലവസരങ്ങൾക്കും ഇന്ത്യയുടെ പരമ്പരാഗത നിർമ്മാണ മേഖലയ്ക്കും മികച്ച സംഭാവന ചെയ്യുന്ന ഇടമാണ് രാജസ്ഥാനിലെ പാലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വളനിർമ്മാണ കേന്ദ്രം കൂടിയാണ് ഇത്. ലക്ഷങ്ങൾക്ക് ഉപജീവനം നൽകുന്ന വ്യവസായ മേഖലയാണ് പാലി. ഒരു നൂറ്റാണ്ട് മുമ്പ് കൈത്തൊഴിലായി തുടങ്ങി ഇന്ന് ചൈനയെയും ജപ്പാനെയും വരെ അത്ഭുതപ്പെടുത്തുന്നതാണ് പാലിയിലെ വളവ്യവസായം. ആഗോള വിപണി കീഴടക്കുന്നതിനൊപ്പം ലക്ഷങ്ങൾക്ക് ഉപജീവനവും നൽകുകയാണ് ഇവിടം. ആദ്യകാലങ്ങളിൽ ആനക്കൊമ്പും ചിരട്ടയും ഉപയോഗിച്ചാണ് വളകൾ ഉണ്ടാക്കിയിരുന്നതെങ്കിൽ പിന്നീട് ഇത് ആധുനിക സാമഗ്രികളിലേക്കും വൻകിട ഉൽപ്പാദനത്തിലേക്കും വഴിമാറി. ജപ്പാനിൽ നിന്ന് പ്ലാസ്റ്റിക് അക്രിലിക് ഷീറ്റുകൾ എത്തിച്ചു പരീക്ഷിച്ചതോടെ മേഖലയിൽ ഒരു വിപ്ലവം ഉണ്ടായി. फिर हमें चूड़ी लगा के इसमें मिल जाते हैं, हमें 10-12 हज़ार रुपये महीने के मिल जाते हैं हमें. റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് സ്ക്രാപ്പുകൾ ഉരുക്കി പൈപ്പുകളാക്കി മുറിച്ച് വളകളുടെ ആകൃതി വരുത്തും. പിന്നീട് ഡിസൈൻ ചെയ്യും.
ഫാക്ടറിയിൽ മുറിച്ചെടുക്കുന്ന വളകൾ വ്യാപാരികൾ സ്ത്രീകളുടെ വീട്ടുപടിക്കൽ എത്തിച്ചു നൽകും. വീട്ടമ്മമാർ അവരുടെ ദൈനംദിന ജോലികൾക്ക് ശേഷം വളകളിൽ മനോഹരമായ കല്ലുകളും മുത്തുകളും പതിക്കും. പ്രതിമാസം 9,000 മുതൽ 15,000 രൂപ വരെയാണ് ഓരോ സ്ത്രീകളും സമ്പാദിക്കുന്നത്. സ്ത്രീകളെ ശാക്തീകരിച്ചതിൽ ഒരു പ്രധാന പങ്ക് ഈ വള വ്യവസായത്തിനുണ്ട്. 7 बजे घर का काम कर लेते हैं, 3 घंटे काम घर का कर लेते हैं, 10 बजे फ्री हो जाते हैं. 10 बजे के बाद लेने बनाते हैं, फिर मसाला लगाते हैं, फिर चूड़ी लगाते हैं. 5 बजे तक हम फ्री होते हैं. പാലിയിലെ വളകൾക്ക് ഇന്ത്യയിൽ മാത്രമല്ല ആവശ്യക്കാരുള്ളത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ജപ്പാൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്ക് വളകൾ കയറ്റി അയക്കുന്നുണ്ട്. 1000-ഓളം ഫാക്ടറികളിലായി ലക്ഷക്കണക്കിന് സാധാരണക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഈ വ്യവസായം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തായാണ് നിലകൊള്ളുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. തിരുവനന്തപുരം പാളയം ഇമാം ബക്രീദ് ദിനാശംസകൾ നേരുകയാണ്. ഇപ്പോൾ തത്സമയം കാണാം. മനുഷ്യർക്കിടയിലെ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തുക എന്നതാണ്, മനുഷ്യർക്കിടയിലെ സൗഹൃദവും ആത്മബന്ധവും ഊട്ടിയുറപ്പിക്കുക എന്നതാണ് ബലിപെരുന്നാളിന്റെ യഥാർത്ഥ സന്ദേശം എന്ന് പറയുന്നത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ, ഒരു ഉമ്മ വെച്ച മക്കളെ പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളാവുന്നില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, മുസ്ലിങ്ങൾക്കിടയിലുള്ള പരസ്പര സ്നേഹത്തെക്കുറിച്ച് മാത്രമല്ല ബലിപെരുന്നാൾ അടക്കമുള്ള ആഘോഷങ്ങൾ സംസാരിക്കുന്നത്. നാനാവിഭാഗം മനുഷ്യർക്കുമിടയിലുള്ള സൗഹൃദവും ആത്മബന്ധവും ഊട്ടിയുറപ്പിക്കാൻ പെരുന്നാൾ ദിനങ്ങളെ നാം നന്നായി പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, മതജാതി വ്യത്യാസങ്ങളില്ലാതെ, കക്ഷി രാഷ്ട്രീയ സംഘടനാ സമുദായ ഭേദങ്ങളില്ലാതെ മുഴുവൻ മനുഷ്യർക്കുമിടയിലുള്ള പരസ്പര സ്നേഹം ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ബലിപെരുന്നാൾ അടക്കമുള്ള നമ്മുടെ എല്ലാ ആഘോഷങ്ങളും. സഹോദരങ്ങളെ, ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഏത് വശത്തു നിന്നുണ്ടായാലും അതിനെ പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള സൗഹൃദങ്ങൾ രാജ്യനിവാസികൾക്കിടയിൽ, പൗരന്മാർക്കിടയിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. 1947 ആഗസ്റ്റ് 15 രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് കണ്ടുടർന്ന രാത്രി, സ്വാതന്ത്ര്യത്തിന്റെ പുലരി, സ്വാതന്ത്ര്യത്തിന്റെ തൊട്ടടുത്ത് വരുന്ന പുലരി. സഹോദരങ്ങളെ, അതിന്റെ തലേ ദിവസം ആ രാത്രിയിൽ മഹാത്മാഗാന്ധി ഡൽഹിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടത്താൻ, ആ സന്തോഷങ്ങളിൽ പങ്കാളിയാവാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. ഒരു പിടിച്ച വാളുമായി പരസ്പരം ഏറ്റുമുട്ടാൻ കച്ചകെട്ടിയിറങ്ങിയ വർഗീയ ഭ്രാന്തന്മാരെ കൊണ്ട് ആയുധങ്ങൾ താഴെ വെപ്പിക്കാനും അവർക്കിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുമുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്ന ആ ചരിത്ര പുരുഷൻ. ജനങ്ങൾക്കിടയിൽ സമാധാന പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടതാണ്. തിരുവനന്തപുരം പാളയം ഇമാം ബക്രീദ് സന്ദേശം നൽകുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇനി കോഴിക്കോട്ടേക്ക് പോയാൽ, കോഴിക്കോട് രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു വരികയാണ്. മഴ സാധ്യത മുൻനിർത്തിക്കൊണ്ട് കോഴിക്കോട് ബീച്ചിലെ ഈദ്ഗാഹ് ഒഴിവാക്കിയിട്ടുണ്ട്. കോഴിക്കോട് മൊയ്തീൻ പള്ളിയിൽ ഈദ്ഗാഹ് നടന്നു. വിശ്വാസികൾ നമസ്കാരത്തിന് ശേഷം ബന്ധുക്കളെയും അയൽവീട്ടുകാരെയും സന്ദർശിക്കും. ഇന്റർനാഷണൽ നായർ അസോസിയേഷൻ ഡയറക്ടർമാരുടെയും ലൈഫ് മെമ്പർമാരുടെയും സമ്മേളനം തൃശ്ശൂരിൽ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ജി മോഹൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി SS മേനോൻ, ട്രഷറർ RR നായർ, തമിഴ്നാട് ചാപ്റ്റർ ചെയർമാൻ KV രാജ്കുമാർ, സുജിത് S എന്നിവർ സംഘടനയുടെ ക്ഷേമ പദ്ധതികളും പ്രവർത്തനങ്ങളും വിശദീകരിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന ട്രാൻസിറ്റ് ക്ലബ് ഹൗസ് പദ്ധതിയുടെ പുരോഗതിയും അസോസിയേഷൻ വിലയിരുത്തി. ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് വിപണി വിലയിരുത്തുന്നു. ദിലീപ് പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ വിപണിയിൽ നല്ല രീതിയിലൊരു നിക്ഷേപ താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും അവസാനം നഷ്ടത്തിലേക്ക് നീങ്ങുകയായിരുന്നു. HDFC ബാങ്കിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു വിൽപ്പനയാണ് ഇന്നലെ മുൻനിര ഓഹരി സൂചികകളുണ്ടായ നഷ്ടത്തിന് ഏറ്റവും ഏറിയ പങ്ക് വഹിച്ചത്. വരും ദിവസങ്ങളിലും മുൻനിര ഓഹരികളിൽ ഉണ്ടായേക്കാവുന്ന നിക്ഷേപ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിപണിയിൽ ഒരു മുന്നോട്ടുള്ള നീക്കം സാധ്യമാവൂ. എന്നാൽ രണ്ടാം നിര ചെറുകിട ഓഹരികളിൽ നല്ല രീതിയിൽ നിക്ഷേപ താല്പര്യം തുടരുന്നുമുണ്ട്. ആഗോള വിപണികളിലെല്ലാം മികച്ച രീതിയിൽ വ്യാപാരം പുരോഗമിക്കുമ്പോഴും പല വിപണികളും ഉയർന്ന നിലവാരത്തിൽ സർവകാല
ഉയരത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലും നമ്മുടെ വിപണിയിൽ ആഭ്യന്തര തലത്തിലുണ്ടായ അല്ലെങ്കിൽ ആഗോളതലത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ മറ്റൊരു ഒന്നായി ബാധിക്കുന്നതാണ് വിപണിയെ എപ്പോഴും സമ്മർദ്ദത്തിലാക്കുന്നത്. മറ്റ് ഇന്ത്യക്ക് സമാനമായ രാജ്യങ്ങളിലെ വിപണികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ വിപണി ഇപ്പോഴും അതിൻ്റെ സർവകാല ഉയർന്ന നിലവാരത്തിൽ നിന്നും വളരെ താഴെയാണ് വ്യാപാരം നടക്കുന്നത്. ഇത് വലിയ തോതിൽ വിപണിയിൽ ഒരു ചെറുകിട നിക്ഷേപകർക്കിടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുമുണ്ട്. വരും ദിവസങ്ങളിലും ചെറുകിട നിക്ഷേപകരുടെ അനുകൂലമായ ഒരു ഇടപെടൽ വിപണിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ വിപണി ഒരു മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുണ്ടാവൂ. ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ വലിയ തോതിൽ വിപണിയിൽ വിൽപ്പന തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും അവർ വിപണിയിൽ വിൽപ്പനയിലായിരുന്നു. വരും ദിവസങ്ങളിലും അവരുടെ നിലപാടുകൾ വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകമായിരിക്കും. എന്തായാലും ഈ ഒരാഴ്ചയിൽ ഇന്ന് അവസാനത്തെ വ്യാപാര ദിനമാണ്. നാളെ വിപണിക്ക് അവധി ആയതുകൊണ്ട് തന്നെ വളരെ കരുതലോടെയുള്ള നീക്കമായിരിക്കും ഇന്ന് വിപണിയിൽ പ്രതീക്ഷിക്കുന്നത്. IPL എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കീഴടക്കി രാജസ്ഥാൻ റോയൽസ്. 47 റൺസിനായിരുന്നു രാജസ്ഥാന്റെ ജയം. 244 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഹൈദരാബാദ് 19.2 ഓവറിൽ 196 റൺസിന് ഓൾ ഔട്ടായി. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ മികച്ച പ്രകടനം പുറത്തെടുത്താണ് രാജസ്ഥാന്റെ വിജയം. നാളെ നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വിജയിക്കുന്ന ടീം ഫൈനലിൽ കടക്കും. ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.